ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ മനസ്സിലാക്കി, ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഗ്രഹിച്ചു, ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. ക്രിസ്തു ദൈവത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമായിരുന്നു എന്ന് നമ്മൾ ഗ്രഹിച്ചു. ഇനി ആരാണ് ഈ ക്രിസ്തു? അതാണ് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത്. അവിടെയാണ് ക്രിസ്തു ആരാണെന്ന് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ വചനത്തിൽ നിന്ന് വായിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പൊ ദൈവവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു ആരാണെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. അപ്പൊ യഹൂദന്മാരെ കുറിച്ച് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, യേശു സുവിശേഷിച്ച കാലഘട്ടത്തിൽ യേശുവിനോട് അവരെപ്പോഴും ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരണം, നീ ഇതിനെ ചെയ്യാനുള്ള അധികാരം എന്താണെന്ന് ചോദിക്കുക, അതിനൊരു അടയാളം ഞങ്ങൾക്ക് തരണം എന്നെല്ലാം യേശുവിനോട് പറയുന്നുണ്ട്. അപ്പൊ യഹൂദന്മാരുടെ ഒരു ബേസിക് ക്യാരക്ടറാണ്, അവർക്ക് അടയാളം കണ്ടാണ് അവര് വിശ്വസിക്കുന്നത്. അങ്ങനെ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു. ഇനി ഗ്രീക്കുകാരാണെങ്കിൽ അവര് ജ്ഞാനം അന്വേഷിക്കുന്നു. പക്ഷെ ഇവിടെ പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ ഇതൊന്നും അല്ല ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥ സുവിശേഷം ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. എന്നിട്ട് ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ഈ ക്രിസ്തു ആരാണ്? ഈ ക്രിസ്തു വിളിക്കപ്പെട്ട ഏവർക്കും, ഈ ലോകത്തിലെ ജനിച്ച എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ വിളിയുള്ളവരാണ്. അവർക്ക് എല്ലാവർക്കും ദൈവജ്ഞാനവും ദൈവശക്തിയുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പൊ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഈ ദൈവജ്ഞാനവും ദൈവശക്തിയുമായ ക്രിസ്തുവിനെ തന്നെ. അത് ഈ ലോകത്തിലെ വിളിക്കപ്പെട്ട എല്ലാവർക്കും ഉള്ളതാണ് ക്രിസ്തു. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ദൈവം മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തു എല്ലാവർക്കും ഉള്ളതാണ്, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ക്രിസ്തു. അങ്ങനെ ക്രിസ്തു എന്നത് ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമാണ്. അപ്പൊ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി തീരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മള് പഴയ മനുഷ്യൻ മാറി പുതിയൊരു മനുഷ്യനായി തീരണം. അതിനാണ് നമ്മള് പുതിയ സൃഷ്ടിയായി തീരുക എന്ന് പറയുന്നത്. ആ പുതിയ സൃഷ്ടിയായി തീരുന്നത്, ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മള് പുതിയ സൃഷ്ടിയായി തീരുന്നത് ക്രിസ്തുവിലൂടെയാണ്. ഇതാണ് യേശു തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു ലോകത്തെ പഠിപ്പിച്ചത്. നമുക്കറിയാം, ഒരു ദിവസം നിക്കോദെമോസ് യേശുവിന്റെ അടുത്ത് വന്നിട്ട് യേശുവിനോട് പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ദൈവം കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നീ ദൈവത്തിൽ നിന്ന് വന്നോ എന്ന് ഞാനത് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അവനോട് പറയുന്നത്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആരും ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഇവിടെ യേശു പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. നമ്മൾക്ക് ആ വചനം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യമാണ്. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും അതിന്റെ 4-ാം വാക്യം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിക്കോദെമോസ് അവനോട്, മനുഷ്യർ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാലാണ് ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ യേശു ഇവിടെ പഠിപ്പിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു വീണ്ടും ജനനം ആവശ്യമാണ്.
നമ്മളിവിടെ അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ പല വിഭാഗങ്ങളുണ്ട്. ബോൺ അഗെയിൻ, അങ്ങനെ വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഗ്രൂപ്പ് വരെ ഈ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ബോൺ അഗെയിൻ എന്ന് പറഞ്ഞൊരു സമൂഹം തന്നെയുണ്ട്. പക്ഷെ ഈ ബോൺ അഗെയിൻ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും അതിന്റെ ഉത്തരം നൽകുവാൻ കഴിയുന്നില്ല. യേശു ലോകത്തെ പഠിപ്പിച്ചു വീണ്ടും ജനിക്കണം. എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്? വീണ്ടും ജനിച്ച് നമ്മൾ പുതിയ സൃഷ്ടിയായി തീരുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മൾ നമ്മുടെ അമ്മയുടെയും അപ്പന്റെയും മക്കളായി ജനിച്ചു. നമ്മള് ഇനി ആ ഒരു ജന്മം നമ്മൾ ജഡിക മനുഷ്യനായി ജനിച്ചു. ഇനി നമുക്ക് വീണ്ടും ഒരു ജനനമുണ്ട്. അത് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച് ആത്മീയ മനുഷ്യനായി തീരുന്ന ജനനമാണ്. അതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അങ്ങനെ ജനിക്കുന്നത് നമ്മൾ ക്രിസ്തുവിലൂടെയാണ്. അപ്പൊ ക്രിസ്തുവിൽ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി, ക്രിസ്തു എന്നത് ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമാണ്. അപ്പൊ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിച്ച് ദൈവത്തിൽ പുതിയ സൃഷ്ടിയായി തീരുക എന്നാണ് അർത്ഥം. അപ്പൊ ക്രിസ്തുവിലായി തീരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിച്ച് നമ്മളൊരു പുതിയ ആത്മീയ സൃഷ്ടിയായി അല്ലെങ്കിൽ ആത്മീക മനുഷ്യനായി തീരുന്നതിനെയാണ് പുതിയ സൃഷ്ടിയാവുക അല്ലെങ്കിൽ വീണ്ടും ജനനം എന്നെല്ലാം പറയുന്നത്. ഈ പ്രക്രിയ വീണ്ടും ജനനം നടക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. അപ്പൊ നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിന്റെ ജ്ഞാനത്തെ ഈ ഭൂമിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവായിട്ടാണ്. അങ്ങനെ ക്രിസ്തുവിലൂടെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പുതിയ സൃഷ്ടിയായി തീർന്ന് ആത്മീയ മനുഷ്യരായി തീരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നിക്കോദെമോസിന് ഒരു സംശയം വന്നു. ഇനി ഈ പ്രായമായ ശേഷം ഞാൻ ഈ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കണോ? ഈ വീണ്ടും ജനിക്കാനായിട്ട് ഞാൻ ഇനി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കണോ എന്നൊരു സംശയം ഈ നിക്കോദെമോസിനുണ്ടായി. അപ്പോഴാണ് യേശു അവന് മറുപടി പറയുന്നത്, അങ്ങനെ ഈ അമ്മയുടെ ഉദരത്തിൽ പോയി ഈ വൃദ്ധനായ ശേഷം വീണ്ടും ജനിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ നമ്മള് ആത്മാവിനാലും ജലത്താലും ആത്മാവിനാലും ജനിക്കണം. ജലം വചനത്തെ സൂചിപ്പിക്കുന്നതാണ്, ആത്മാവ് ആത്മീയതയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ബൈബിളിനെ മൊത്തം ആത്മീയ ഗ്രന്ഥം എന്നാണ് വിളിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ ആത്മീയതയാണ്. അതാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മീയതയാണ്. ജലം വചനത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ആത്മീയ വചനത്തിൽ നിന്ന് ജനിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അങ്ങനെ ആത്മീയ വചനത്തിൽ നിന്ന്, ദൈവത്തിന്റെ ഈ ജ്ഞാനത്തിൽ നിന്ന് ഒരു വ്യക്തി ആ ജ്ഞാനം സ്വീകരിച്ച് ഒരു പുതിയ മനുഷ്യനായി തീരുന്നതാണ് പുതിയ വീണ്ടും ജനനം. ആ വീണ്ടും ജനനം പ്രാപിച്ച് മനുഷ്യര് പുതിയ സൃഷ്ടിയായി തീരണം. അതിനാണ് ദൈവം ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിനെ സ്വീകരിച്ച് നമുക്ക് പുതിയ സൃഷ്ടിയായി തീരാം. ഈ പുതിയ സൃഷ്ടിയെ കുറിച്ചെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഇപ്പോൾ ഈ ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമുക്ക് പുതിയ സൃഷ്ടിയായി തീരാം. അങ്ങനെ പുതിയ സൃഷ്ടിയായി ആത്മീയ മനുഷ്യനായി തീരാം. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അങ്ങനെ വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയായി തീരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആ വീണ്ടും ജനനത്തിലേക്ക് ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.